നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു ബെറ്റിംഗ് ആപ്പ് യൂസ് ചെയ്തിട്ട് ബെറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലമായിട്ട് വലിയൊരു എമൗണ്ട് ഇതുവരെ എനിക്ക് ഈ ബെറ്റിംഗ് ആപ്പ് യൂസ് ചെയ്തിട്ട് വിൻ ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളത്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, ഈ ഫാൻറ്റസി ആപ്പ് പോലെയുള്ള ബെറ്റിംഗ് ആപ്പിൽ നിങ്ങൾ പോയി ബെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വലിയൊരു എമൗണ്ട് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്ര എന്നുള്ളത് നിങ്ങൾക്കറിയോ? 0.0000067% മാത്രമാണ് നിങ്ങൾ ഇതിൽ വലിയൊരു എമൗണ്ട് വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി. ഇന്ത്യയിൽ ഇല്ലീഗൽ ബെറ്റിംഗ് നടത്തുന്ന ആപ്പുകളുടെ 123 കോടി രൂപയാണ് റീസെൻ്റ്ലി എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഫ്രീസ് ചെയ്തത്. പബ്ലിക് ഗാംബ്ലിംഗ് ആക്ട് 1867 അടിയിൽ ഇന്ത്യയിൽ ബെറ്റിംഗ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലീഗലാണ്. പക്ഷേ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ബെറ്റിംഗ് ലീഗലാണോ ഇല്ലീഗലാണോ എന്നുള്ളത്? ആസ് പെർ ഗവൺമെൻറ് റൂള് നിങ്ങളുടെ സ്കില്ല് യൂസ് ചെയ്തിട്ട് ബെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ ഗെയിം ഓഫ് സ്കില്ല് എന്നാണ് പറയുക. മറിച്ചിട്ട് നിങ്ങൾ ലക്ക് യൂസ് ചെയ്തിട്ടാണ് ബെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെ ഗെയിം ഓഫ് ലക്ക് എന്നാണ് പറയുക. ഈ ഗെയിം ഓഫ് ലക്കാണ് ഇന്ത്യയിൽ ഇല്ലീഗലായിട്ട് വരുന്നത്. പക്ഷേ ഈ ഗെയിം ഓഫ് ലക്ക് എന്താണെന്നുള്ളത് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വ്യക്തമായിട്ട് ഇതുവരെ വിവരിച്ചിട്ടില്ല. 1867 ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പബ്ലിക് ഗാംബ്ലിംഗ് ആക്ട് 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പം നമ്മൾ അതുപോലെ തന്നെ നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് എടുത്തു. ഇത് 7th ഷെഡ്യൂളിൻ്റെ അടിയിലാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്റ്റേറ്റുകൾക്ക് ഇതിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ചസുകളൊക്കെ കൊണ്ടുവരുത്താൻ പറ്റുന്നതാണ്. ബീഹാർ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, മണിപ്പൂർ ഈ സ്റ്റേറ്റുകളൊക്കെ ഈ ഗാംബ്ലിംഗ് ആക്ട് 1867 സെയിം അവരുടെ സ്റ്റേറ്റുകളിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത്. ആന്ധ്രാപ്രദേശ്, ആസാം, ഗോവ, കേരള ഇങ്ങനത്തെ കുറച്ച് സ്റ്റേറ്റുകളൊക്കെ ഈ പെർട്ടിക്കുലർ റൂൾസിൽ ചേഞ്ചസ് വരുത്തിയിട്ടാണ് അവരുടെ സ്റ്റേറ്റുകളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. റീസെൻ്റ്ലി ഇഷ്ടംപോലെ ഇൻഫ്ലുവൻസേഴ്സ് ബെറ്റിംഗ് ആപ്പിനെ വളരെ അധികം തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇതിനൊപ്പം ഗവൺമെൻറ് ഇതിന് ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഇല്ലീഗലായിട്ട് നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആപ്പുകളുടെ തേടി കണ്ടുപിടിച്ചിട്ട് അവരെ ബ്ലോക്ക് ചെയ്യാനും അവർക്ക് എതിരെ നിയമ നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ടും. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് എവിടെ നിന്നാണ് ഈ ബെറ്റിംഗ് ആപ്പിൻ്റെ ഉത്ഭവം. (2001) ഇന്ത്യയിൽ ഫാൻറ്റസി ഗെയിംസിൻ്റെ ഉത്ഭവം. ESPN സ്റ്റാർ സ്പോർട്സും കൂടിയും ചേർന്നിട്ട് ഒരു പുതിയ ആപ്പ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഈ ആപ്പിൻ്റെ പേരാണ് സൂപ്പർ സെലക്ടർ ഫാൻറ്റസി ഗെയിം. പക്ഷേ 2003 ആകുമ്പോഴേക്കും ഈ ഗെയിം ക്ലോസ് ചെയ്യപ്പെടാണ്. ഇന്ത്യയിൽ ആ ടൈമിൽ സാധാരണ ജനങ്ങളിലേക്കൊന്നും മൊബൈലും ഇൻ്റർനെറ്റും ഒന്നും എത്താത്തത് കൊണ്ട് തന്നെയാണ് ഇവർ ആ ടൈമിൽ ഫെയിൽ ആവാനുള്ള കാരണം. അങ്ങനെ 4 വർഷത്തിന് ശേഷം 2007 ഹർഷ് ജെയിൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി USA നിന്നും തിരിച്ചു വരാണ് അദ്ദേഹത്തിൻ്റെ പഠനം പൂർത്തിയാക്കിയതിനു ശേഷം. ആ ടൈമിൽ USA ഈ ഫാൻറ്റസി ഗെയിംസ് വളരെയധികം തന്നെ പോപ്പുലർ ആയിരുന്നു. പക്ഷേ ഇന്ത്യയിൽ ആ ടൈമിൽ ഇങ്ങനത്തെ ഒരു ഫാൻറ്റസി ഗെയിംസ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഈ മാർക്കറ്റിൻ്റെ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കിയിട്ട് 2008 ഹർഷ് ജെയിൻ അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടപ്പ് ലോഞ്ച് ചെയ്യാണ്. ഇതിനു പുറമെ 2008 പല കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. IPL ലോഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ സാധാരണക്കാരൻ്റെ കയ്യിലേക്ക് മൊബൈലും ഇൻ്റർനെറ്റും ഒക്കെ ആക്സസിബിൾ ആയിട്ട് വരാൻ തുടങ്ങുന്ന സമയമായിരുന്നു. 2011-12 എത്തുന്ന ഈ ടൈമിലൊന്നും ഈ സ്റ്റാർട്ടപ്പ് അത്ര അധികം തന്നെ പോപ്പുലർ അല്ലായിരുന്നു. കാരണം അവർ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 2012 ശേഷം അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടപ്പ് അദ്ദേഹം ഫ്രീമിയം മോഡലിലേക്കായിട്ട് മാറ്റാണ്. അഥവാ യൂസ് ചെയ്യാൻ ഫ്രീ ആണ്, പക്ഷേ പെർട്ടിക്കുലർ സർവീസസുകളൊക്കെ നിങ്ങൾക്ക് ആ ആപ്പിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഈ ആപ്പ് ഫ്രീമിയം മോഡൽ ആക്കിയതിന് ശേഷം ഈ ആപ്പ് എക്സ്പ്ലോഡ് ചെയ്യാൻ തുടങ്ങി. ഇഷ്ടംപോലെ യൂസേഴ്സ് ഇതിലേക്ക് വരാൻ തുടങ്ങി. ഇവരെ ഈ ഗ്രോത്ത് മനസ്സിലാക്കിയതിന് ശേഷം ഇഷ്ടംപോലെ ഫാൻറ്റസി ഗെയിംസിൻ്റെ ആപ്പ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ തുടങ്ങി. ഇതിനൊപ്പം തന്നെ ബെറ്റിംഗ് ആപ്പുകളും വരാൻ തുടങ്ങി. നിങ്ങൾക്ക് ഫാൻറ്റസി ആപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ബേസിക്കലി ഒരു ഫാൻറ്റസി ആപ്പ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ പ്രഡിക്ഷൻ ഗെയിമാണ്. ഈ ഗെയിമിനെ നിങ്ങൾക്ക് റിയൽ ലൈഫായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. ഇതിലുള്ള ഒട്ടുമിക്ക ആപ്പുകളും ഇയർലി തൗസൻഡ്സ് ഓഫ് ക്രോറിൻ്റെ ടേൺ ഓവറും അതിനു പുറമെ 1000 crore മേലെ പ്രോഫിറ്റും ഏൺ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്ത ഇതേപോലെയുള്ള ഫാൻറ്റസി ആപ്പുകൾ ഇത്രക്കും എമൗണ്ട് ഏൺ ചെയ്യുന്നത്? സപ്പോസ് ഒരു 5 ആൾക്കാർ ഒരു ഫാൻറ്റസി ആപ്പിൽ ബെറ്റ് ചെയ്യാൻ പോവാണ്. ഓരോരുത്തരും 100 രൂപ വെച്ചിട്ടാണ് ബെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടോട്ടൽ എമൗണ്ട് 500 rupees ആയിട്ടാണ് വരാം. ഈ 500 rupeesൽ 28% ഗവൺമെൻറ് GST എന്നുള്ള രീതിയിൽ ടാക്സ് ചെയ്യും. ഇതിൽ 140 rupees ആണ് വരുന്നത്. ഈ ബാലൻസ് വരുന്ന 360 രൂപയിൽ 15 to 30% ആണ് ഒട്ടുമിക്ക ഫാൻറ്റസി ഓണറിൻ്റെ മാർജിൻസ് വരുന്നത്. സപ്പോസ് ഇവിടെ നമുക്ക് ഒരു ഫാൻറ്റസി ആപ്പിൻ്റെ
മാർജിൻസ് 20% ആണെന്ന് വെക്കാം. അങ്ങനെ 360 രൂപയിൽ 72 രൂപ ഫാന്റസി ഓർഡറിന്റെ മാർജിൻസ് ആയിട്ട് പോകും. ബാലൻസ് വരുന്നത് 288 രൂപ. ഈ ബെറ്റ് ചെയ്യുന്ന 5 ആളിൽ ഒരാൾക്കാണ് ഇതിന്റെ വിന്നിംഗ് പ്രൈസ് കിട്ടുക. ഇതിൽ 288 രൂപയാണ് ഫൈനലായിട്ട് വരുന്ന എമൗണ്ട് എന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ തെറ്റി. വിന്നിംഗ് എമൗണ്ടിൽ 30% TDS വരുന്നത്. അങ്ങനെ ഈ 288 രൂപയിൽ 86 രൂപ 40 പൈസ TDS കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 201 രൂപയും 60 പൈസയാണ് ഒരു വിന്നറിന് കിട്ടുക. സോ ഒരു 500 രൂപന്റെ ഗെയിമിൽ ഒരു വിന്നർ ഏൺ ചെയ്യുന്നത് വെറും 101 രൂപയും 60 പൈസയാണ്. ഇതിൽ ഫാന്റസി ആപ്പ് 72 രൂപ എടുക്കും, ഗവൺമെന്റ് 226 രൂപയും 40 പൈസ എടുക്കും. ഇങ്ങനെ ഇവരുടെ എല്ലാവരുടെയും കമ്മീഷൻസും ടാക്സസും കഴിഞ്ഞു കഴിഞ്ഞാൽ വെറും തുച്ഛമായ എമൗണ്ട് മാത്രമാണ് ഇത്രയും റിസ്ക് എടുത്തിട്ട് ബെറ്റ് ചെയ്യുന്ന ഒരു വിന്നറിന് കിട്ടുന്നത്. ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യന്റെ ഒരു ഇന്റർനാഷണൽ മാച്ചിന് 1500 കോടി രൂപന്റെ അടുത്താണ് ഇതേപോലുള്ള പ്ലാറ്റ്ഫോംസിൽ ബെറ്റ് വരുന്നത്. ഇത് വെറും ഒരു ഇന്റർനാഷണൽ മാച്ചിന്റെ കണക്ക് മാത്രമാണ്. ഇത് നിങ്ങൾ എല്ലാ ഡൊമസ്റ്റിക് മാച്ചും കൂടിയും കണക്ക് കൂട്ടുകയാണെങ്കിൽ എല്ലാ പ്ലാറ്റ്ഫോമിലും കൂടിയും ഏകദേശം 10 ലക്ഷം കോടിൻ്റെ ബെറ്റാണ് വരുന്നത്. 2022 ഡാറ്റ പ്രകാരം ഇതേപോലെയുള്ള ഫാന്റസി ആപ്പിന്റെ മാർക്കറ്റ് വാല്യൂ ആണ് 6800 കോടി രൂപ. ഇത് 2027 ആകുമ്പോഴേക്കും 25,240 കോടി രൂപ വരെ എത്തും. ഇയർലി 30% CAGR ആണ് ഈ മാർക്കറ്റ് ഗ്രോ ചെയ്യുന്നത്. ഒരു മാച്ച് നടക്കുമ്പോൾ ഒരു ബെറ്റിംഗ് ഓപ്ഷൻ മാത്രമായിരിക്കില്ല ഉണ്ടാവുക, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബെറ്റിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒരു മാച്ചിൽ തന്നെ ഇവർ കൊടുക്കുന്നുണ്ട്. സപ്പോസ് ഒരു ഗെയിമിന്റെ മെഗാ ഇവന്റ് ആണ് നടക്കുന്നത് വിചാരിച്ചോളൂ. ഇതിൽ ഏകദേശം 1.5 കോടി ആൾക്കാരാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 49 രൂപന്റെ ഫീസ് നിങ്ങൾ കൊടുത്തിരിക്കണം. ഈ 49 രൂപയും 1.5 കോടി ആൾക്കാർ കൂടിയും കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഈ ബെറ്റിംഗ് ആപ്പിന് കിട്ടുന്നത് 73.5 കോടി രൂപ ആണ്. ഇതിൽ 33.28 കോടി രൂപ ഗവൺമെന്റിന് ടാക്സ് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഇതിനുശേഷം 10.58 കോടി രൂപ ഫാന്റസി ആപ്പിന്റെ മാർജിൻസ് ആയിട്ട് അവർക്ക് പോകുന്നു. ഇത് ഈ ആപ്പിൽ വരുന്ന ഒരു സ്മോൾ ആക്ടിവിറ്റി മാത്രമാണ്. ഇതേപോലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസും ഗെയിംസും ഒരു സെയിം ഇവന്റിൽ തന്നെ ഇവർ നടത്തുന്നുണ്ട്. IPL ഏകദേശം 74 മാച്ചസിന്റെ അടുത്താണ് വരുന്നത്. വേൾഡ് കപ്പിലാണെങ്കിൽ 48 മാച്ചസ് ആണ് വരുന്നത്. ഇതിനു പുറമെ EPL, ഫുട്ബോൾ, ഹോക്കി ഇങ്ങനെ മറ്റുള്ള ലീഗുകളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ബെറ്റിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒരു യൂസറിനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടം പോലെ ഉണ്ട്. സോ ബേസിക്കലി സ്റ്റേറ്റ് ഗവൺമെന്റിന് അവരുടെ ടാക്സ് കിട്ടും, സെൻട്രൽ ഗവൺമെന്റിന് അവരുടെ ടാക്സ് കിട്ടും, ബെറ്റിംഗ് ആപ്പിന് അവരുടെ മാർജിൻസ് കിട്ടും, സെലിബ്രിറ്റീസ് ആയാലും ഇൻഫ്ലുവൻസേഴ്സ് ആയാലും അവരുടെ കമ്മീഷനും അതിനൊപ്പം തന്നെ അവരുടെ പ്രൊമോഷൻസിനുള്ള പൈസയും അവർക്ക് കിട്ടുന്നതാണ്. എവിടെ നിന്നാണ് ഇവർക്ക് ഈ പൈസയൊക്കെ കിട്ടുന്നത്? നിങ്ങളുടെ ചോര നീരാക്കിയിട്ടുള്ള പൈസ ആണ് ഇതിൽ കൊണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നത്. ഒട്ടുമിക്ക സ്റ്റാർട്ടപ്സുകളൊക്കെ ലോസിൽ റൺ ചെയ്യുന്ന സമയത്ത് ഇതേപോലെയുള്ള ബെറ്റിംഗ് ആപ്പുകളൊക്കെ കോടികളാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ ജനറേറ്റ് ചെയ്യുന്നത്. ഈ ബെറ്റിംഗ് ആപ്പൊക്കെ എന്താണ് നിങ്ങൾക്ക് സെല് ചെയ്യുന്നത്? ഈ ബെറ്റിംഗ് ആപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ബെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ കോടീശ്വരന്മാരാക്കുന്നതാണ് ഈ ബെറ്റിംഗ് ആപ്പുകളുടെയൊക്കെ വാദം. ലക്ഷക്കണക്കിന് ആൾക്കാരെ നിന്നും 1-2 ആൾക്കാരെ എടുത്തതിന് ശേഷം ഇവരെ പോലെ നിങ്ങൾക്കും കോടീശ്വരന്മാർ ആക്കാൻ പറ്റുമെന്ന് നിങ്ങളെ ധരിപ്പിച്ചുകൊണ്ടാണ് ഇവരെ ബെറ്റിംഗ് ആപ്പുകളിലേക്ക് നിങ്ങൾ ബെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. മാത്തമാറ്റിക്കലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ബെറ്റിംഗ് ആപ്പിൽ നിങ്ങൾക്ക് ജയിക്കാനുള്ള സാധ്യതകൾ നിയർലി ഇമ്പോസിബിൾ ആണെന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലുള്ള 1.5 കോടി ആൾക്കാർ ഒരു മെഗാ ഇവന്റിൽ ബെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇവന്റിൽ വിൻ ചെയ്യാനുള്ള ചാൻസ് ആണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. എത്രയാണെന്ന് നിങ്ങൾക്കറിയോ? 0.0000067% മാത്രമാണ്. ഇതിനു പുറമെ ഈ ബെറ്റിംഗ് ആപ്പിൽ നിങ്ങൾക്ക് ബെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 49 രൂപ മാത്രമേ കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ടീം ഉണ്ടാക്കുന്നതിന് പകരം 2, 3, 4, 5 ടീമുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും, നിങ്ങളുടെ വിന്ന് ചെയ്യാനുള്ള പ്രോബബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്. ഇതിൽ നിങ്ങൾക്ക് വിന്നിങ് പ്രോബബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെ വിളിച്ചോളൂ, നിങ്ങളുടെ സ്കൂളിലുള്ള ആൾക്കാരെ വിളിച്ചോളൂ, നിങ്ങളുടെ ഗ്രാമത്തിലുള്ള ആൾക്കാരെ വിളിച്ചോളൂ, നിങ്ങളുടെ സിറ്റിയിലുള്ള ആൾക്കാരെ വിളിച്ചോളൂ. വിളിച്ചതിന് ശേഷം നിങ്ങൾ 1,00,000 ടീം ഉണ്ടാക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി നിയർലി 0 ആണ്. 7 കോടി ആൾക്കാരെ വെച്ചിട്ടും നിങ്ങൾ ഇതേപോലെ ടീം ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നിയർലി ഇമ്പോസിബിൾ ആണ് നിങ്ങൾക്ക് ഈ ബെറ്റിംഗ് ആപ്പിൽ വിജയിക്കാൻ വേണ്ടിയിട്ട്. ഈ ഗെയിം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, അതിന് ഇഷ്ടം പോലെ ടൈം എടുക്കും. പക്ഷേ ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. ഇതേപോലെ നിങ്ങൾ ടീം ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര കോമ്പിനേഷൻസ് ഓഫ് ടീം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് കേൾക്കണം. 7,75,97,520 കോമ്പിനേഷൻസ്
ടീം നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും ഈ ഫാൻറ്റസി ആപ്സ് യൂസ് ചെയ്തിട്ട്. ഇതേപോലെ നമ്പേഴ്സ് പറയുമ്പം ഇതിൻ്റെ ഇമ്പാക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളുന്നില്ല. അതുകൊണ്ട് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള വേർഡിൽ ഈ കാര്യം പറഞ്ഞുതരാം. ഈ ബെറ്റിംഗ് ആപ്പിൽ നിങ്ങൾ ബെറ്റ് ചെയ്തിട്ട് കോടീശ്വരന്മാർ ആവുന്നതിനെക്കാട്ടും പ്രോബബിലിറ്റി കൂടുതലാണ് നിങ്ങൾ ഒരു ചെറിയ കൺട്രീൻ്റെ പ്രൈം മിനിസ്റ്റർ ആവാനുള്ളത്. പക്ഷെ നിങ്ങളിപ്പോൾ പറയുന്നുണ്ടാകും ഇതേപോലെയുള്ള ബെറ്റിംഗ് ആപ്പിൽ നമുക്ക് ബോട്ടുകളും സോഫ്റ്റ്വെയറും ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റുന്നുള്ളത്. അങ്ങനെ ഏൺ ചെയ്യുന്നതിന് ഒരു പരിധി ഉണ്ടെന്നാലും ഇതേപോലെയുള്ള ബോട്ടുകളും സോഫ്റ്റ്വെയർസും നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ കമ്പനീസിനെയൊക്കെ നിസ്സംശയം എളുപ്പത്തിൽ നിങ്ങളെ പിടിക്കാനും പറ്റുന്നതാണ്. ഈ ബെറ്റിംഗ് ആപ്പുകളൊക്കെ എങ്ങനെയാണ് ഇത്രക്കും പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നത്? ഈ ബെറ്റിംഗ് ആപ്പുകളൊക്കെ ഡിസൈൻ ചെയ്യുന്നത് നിങ്ങളെ കൂടുതൽ ഈ ബെറ്റിംഗ് ആപ്പ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിനു പുറമെ നിങ്ങൾ വിജയിക്കാനുള്ള പ്രോബബിലിറ്റി വളരെ അധികം തന്നെ കുറച്ചുകൊണ്ടും. മറിച്ചിട്ട് ഈ ബെറ്റിംഗ് ആപ്പുകൾ നിങ്ങളെ കോടീശ്വരന്മാരാക്കുന്നു പറഞ്ഞിട്ടാണ് ഇവരുടെ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്നതും. ഇനീഷ്യൽ സ്റ്റേജസിൽ നിങ്ങൾ ഇതേപോലെയുള്ള ബെറ്റിംഗ് ആപ്പിൽ സ്റ്റാർട്ട് ചെയ്യുമ്പം 50, 100, 1000 ഇന്നത്തെ ചെറിയ എമൗണ്ട് ഇട്ടിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഗ്രാജുവലി നിങ്ങൾ ഈ എമൗണ്ട് കൂട്ടാൻ തുടങ്ങും. നിങ്ങൾ ഈ ബെറ്റിംഗ് ആപ്പുകളിൽ ചെറിയ എമൗണ്ടുകളൊക്കെ വിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഈ ആപ്പുകളിൽ എനിക്ക് സിമ്പിളായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളത്. അങ്ങനെ ഗ്രാജുവലി നിങ്ങളുടെ ഈ ആപ്പുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് കൂടും. ഇതിൻ്റെ ഓപ്പോസിറ്റ് സിനാറിയോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് സ്റ്റേജസിൽ നിങ്ങൾ കുറച്ച് എമൗണ്ട് ഈ ആപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പം അത് നിങ്ങൾക്ക് ലോസ് ആയിട്ട് പോകുമ്പം അത് റിക്കവറി ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ എമൗണ്ട് നിങ്ങൾ ഈ ബെറ്റിംഗ് ആപ്പുകളിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും. കറൻ്റ്ലി ഏകദേശം 18 കോടി യൂസേഴ്സാണ് ഇതേപോലെയുള്ള ഫാൻറ്റസി ആപ്പുകൾ യൂസ് ചെയ്യുന്നത്. 2027 ആകുമ്പോഴേക്കും ഏകദേശം 50 കോടിൻ്റെ അടുത്ത് ഇതേപോലെയുള്ള ആപ്പുകളിൽ യൂസേഴ്സ് എത്തുമെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. ഈ ഫാൻറ്റസി ആപ്സ് ഗെയിം ഓഫ് ലക്ക് എന്നുള്ളതിന് പകരം ഗെയിം ഓഫ് സ്കില്ല് എന്നുള്ളതാക്കിയിട്ടാണ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരം ഇത് ഇല്ലീഗലായിട്ട് വരുന്നില്ല. ഫാൻറ്റസി ആപ്പ് ത്രൂ കോടികളാണ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും സെൻട്രൽ ഗവൺമെൻറ് ആയാലും ഇവർക്ക് ടാക്സ് എന്നുള്ള രീതിയിൽ കിട്ടുന്നത്. ഇതിനു പുറമെ ഇത് GDPയിലെ ഗ്രോത്തും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഇതിന് പ്രത്യേകിച്ച് ഒരു ആക്ഷനും എടുക്കുന്നില്ല. ഇതേപോലുള്ള ഫാൻറ്റസി ആപ്പിൽ ബെറ്റിംഗ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള രോഗമാണ്. എന്തുകൊണ്ടാണ് ഇതൊരു തരത്തിലുള്ള രോഗമാണ് ഞാൻ പറയാനുള്ള കാരണം നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും. അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷനും WHO റീസെൻ്റ്ലി കുറച്ച് പേപ്പറുകളൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. എല്ലാ വർഷവും ഇവരിത് ചെയ്യുന്നതാണ്. ഇതിൽ നമുക്ക് ഓൺലൈനായാലും ഓഫ്ലൈനായാലും ഗാംബ്ലിങ് അല്ലെങ്കിൽ ബെറ്റിംഗ് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള നമ്മുടെ സബ്സ്റ്റൻസ് റിലേറ്റഡ് അഥവാ ഡ്രഗ്സോ ആൽക്കഹോളോ റിലേറ്റഡ് ഉള്ള ഡിസീസ് ആയിട്ടാണ് ഇവർ കമ്പയർ ചെയ്യുന്നത്. ട്രാൻസ്ലേഷണൽ സൈക്കാട്രിൻ്റെ റീസെൻ്റ് റിപ്പോർട്ട് പ്രകാരം സ്ഥിരമായിട്ട് ബെറ്റിംഗ് ചെയ്യുന്ന ഒരാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനിൻ്റെ ഫങ്ഷൻസ് കുറയും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ബെറ്റിംഗ് ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ സ്വന്തം മേലിൽ കൺട്രോൾ ഉണ്ടായിരിക്കില്ല. ഇതിനു പുറമെ സ്ഥിരമായിട്ട് ബെറ്റിംഗ് ചെയ്യുന്ന ഒരാളെ മണ്ടനാക്കാനും നമുക്ക് എളുപ്പത്തിൽ സാധിക്കും എന്നാണ് ഈ സ്റ്റഡീസിൽ പറയുന്നത്. സ്ഥിരമായിട്ട് ബെറ്റിംഗ് ചെയ്യുന്ന ഒരാളുടെ വർക്കിൻ്റെ പല ഭാഗങ്ങളിലും ഇത് ബാധിക്കാൻ ചാൻസസ് കൂടുതലാണ്. ഓൺലൈൻ ഗാംബ്ലിംഗ് ബെറ്റിംഗ് ഒക്കെ മാർക്കറ്റിംഗ് ചെയ്യുന്നത് ഗെയിം ഓഫ് സ്കില്ല് എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഞാൻ പറയുന്നു ഇത് ഗെയിം ഓഫ് ഡിസീസാണ് ആൻഡ് ഇത് റിയലാണ്. ഈ ഗാംബ്ലിംഗ് അഡിക്റ്റ് ആയവരുടെ വീടുകൾ തകരുന്നുണ്ട്, അവരുടെ കടങ്ങൾ കൂടുന്നു. ഇതിനു പുറമെ അവർ ആത്മഹത്യയിലേക്ക് വരെ എത്തുന്നുണ്ട്. ലാസ്റ്റ് 3 വർഷത്തെ ഡാറ്റ പ്രകാരം ഇതേപോലുള്ള ബെറ്റിംഗ് ആപ്സ് യൂസ് ചെയ്തിട്ട് അവരുടെ പണം നഷ്ടപ്പെട്ടിട്ട് 40 പേരാണ് ആത്മഹത്യ ചെയ്തത് തമിഴ്നാട്ടിൽ. ഇതിനു പുറമെ നോർത്ത് ഇന്ത്യയിൽ റീസെൻ്റ്ലി വൈറലായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ഒരു ആള് 96 ലക്ഷം രൂപ ആണ് ബെറ്റിംഗ് ആപ്പ് യൂസ് ചെയ്തിട്ട് നഷ്ടപ്പെടുത്തിയത്. ഇഷ്ടംപോലെ കംപ്ലയിൻറ്റ്സ് ഇതേപോലെയുള്ള ഫാൻറ്റസി ആപ്പിനും ബെറ്റിംഗ് ആപ്പിനും വേണ്ടിയിട്ട് നമ്മളെ കോർട്ടിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ബെറ്റിംഗ് ആപ്പും ഫാൻറ്റസി ആപ്പും ഒക്കെ അവർ മാർക്കറ്റിംഗ് ചെയ്യുന്നത് ഇവരുടെ ആപ്പ് ഗെയിം ഓഫ് സ്കില്ലാണ്. അതുകൊണ്ട് തന്നെ ഈ പണം നഷ്ടപ്പെട്ട ആൾക്കാർക്ക് അവരുടെ പണം തിരിച്ച് കിട്ടിക്കൊള്ളുന്നില്ല. നമ്മളിപ്പോഴും യൂസ് ചെയ്യുന്ന ലോ ഉണ്ടാക്കിയത് ഓൺലൈൻ ഗെയിംസ് ഒന്നും ഇല്ലാത്ത ഒരു സമയത്തായിരുന്നു. ഈ ഫാൻറ്റസി ആപ്പുകളിൽ വന്നത് ധോണി ആയാലും വിരാട് കോഹ്ലി ആയാലും കപിൽ ദേവ് ആയാലും അതല്ല ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്ന് പറയുന്ന സച്ചിൻ ടെണ്ടുൽക്കർ വരെ വന്നിട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാലും വിജയിക്കാനുള്ള പ്രോബബിലിറ്റി 0 ആണ്. കാരണം ഇത് ഒരു ഗെയിം ഓഫ് സ്കില്ലല്ല, വെറും ഗെയിം ഓഫ് ലക്കാണ്. മാർക്കറ്റിംഗ് ചെയ്യുന്നത് ഗെയിം ഓഫ് സ്കില്ല് എന്നുള്ള രീതിയിൽ മാത്രമാണ്. ഒഡീസ, ആസാം, നാഗാലാൻഡ്, സിക്കിം ഇതേപോലുള്ള ചില സ്റ്റേറ്റുകളൊക്കെ ഒക്ടോബർ 2022 ഇതേപോലുള്ള ഫാൻറ്റസി ആപ്പുകളും ബെറ്റിംഗ് ആപ്പുകളൊക്കെ കർശനമായിട്ട് നിരോധിച്ചതാണ്. 2021 ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് അയാളുടെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് കുട്ടികൾ ലുഡോയിൽ ബെറ്റ് ചെയ്ത് വെച്ച് കളിക്കുന്നത് കണ്ടിട്ട് പോലീസിനെ ഇൻഫോം ചെയ്യാണ്.
അങ്ങനെ ഇത് കോർട്ടിൽ എത്തുകയും കോർട്ടിൽ ഇത് പ്രൂവ് ചെയ്യാണ് ലുഡോ എന്ന് പറയുന്നത് ഒരു ഗെയിം ഓഫ് സ്കില്ലാണ് അല്ലെങ്കിൽ ഗെയിം ഓഫ് ലക്കല്ല എന്നുള്ളത്. കാരണം നമ്മൾ ഡൈസ് ഇടുമ്പോഴും ഓരോരോ അതിലുള്ള ആൾക്കാരെ മൂവ് ചെയ്യുമ്പോഴും അതൊക്കെ നമ്മൾ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് കോർട്ടിൽ അവർ പ്രൂവ് ചെയ്തത്. അതിനുശേഷം ലുഡോയിലു നമ്മൾ ബെറ്റ് ചെയ്ത് കളിക്കുന്നത് കംപ്ലീറ്റ്ലി ലീഗലായിട്ട് മാറി. ഒട്ടുമിക്ക ഗെയിമുകളൊക്കെ ഗെയിം ഓഫ് സ്കില്ലാണ് എന്നാക്കിയിട്ട് ഗവൺമെൻറ് കൊണ്ടുവരുന്നതിന് ഒപ്പരം തന്നെ ഒട്ടുമിക്ക ഇൻഡസ്ട്രീസിലൊക്കെ ഗവൺമെൻറ് റെഗുലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ് ഗവൺമെൻറ്റിന്. അതുകൊണ്ട് തന്നെ ചില ഇൻഡസ്ട്രീസൊക്കെ സെൽഫായിട്ടാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. ഇതേപോലെ ബെറ്റിംഗ് ആപ്പുകളും ഫാൻറ്റസി ആപ്പുകളൊക്കെ സെൽഫ് റെഗുലേറ്റഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവരാണ് തീരുമാനിക്കുക ഈ ബെറ്റിംഗ് ആപ്പുകളും ഫാൻറ്റസി ആപ്പുകളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. ഫാൻറ്റസി ആപ്പുകളിലൊക്കെ ഒട്ടുമിക്ക ആപ്പുകളിലും ഗവൺമെൻറ്റിന് കൺട്രോൾ ഉണ്ടെങ്കിലും ഫാൻറ്റസി ആപ്പ് എന്നുള്ള പേരിൽ ടോട്ടലി ഇല്ലീഗലായിട്ട് ഇഷ്ടം പോലെ ബെറ്റിംഗ് ആപ്പുകളും ഫാൻറ്റസി ആപ്പുകളും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ട്. റീസെൻ്റ്ലി 581 ഇതേപോലെയുള്ള ആപ്പുകളാണ് ഗവൺമെൻറ് പ്ലേ സ്റ്റോറിനും ആപ്പ് സ്റ്റോറിനുമായിട്ട് ബാൻ ചെയ്തത്. ഇതേപോലെയുള്ള സ്കാമുകൾ മനസ്സിലാക്കിയതിന് ശേഷം മെയ് 2022 ഗവൺമെൻറ് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർ ഒരിക്കലും ബാൻ ചെയ്യാൻ പോകുന്നില്ല. ഓൺലി റെഗുലേഷൻ മാത്രമാണ് കൊണ്ടുവരുത്താൻ പോകുന്നത്. കാരണം ഇതിൽ അത്രക്കും ടാക്സസ് ആണ് ഗവൺമെൻറ്റിന് കിട്ടുന്നത്. പക്ഷേ പണം പോകുന്നത് സാധാരണക്കാരായ നിങ്ങളിൽ നിന്നാണ്. ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്